ഉത്തർപ്രദേശിലെ ഹത്രാസ് സംഭവവുമായി ബന്ധപ്പെട്ട് ജാമ്യത്തിലുള്ള മാധ്യമപ്രവർത്തകൻ സിദ്ദിഖ് കാപ്പന്റെ വീട്ടിൽ അർദ്ധരാത്രി പരിശോധന നടത്താനുള്ള കേരള പോലീസ് നീക്കം വിവാദത്തിൽ. പോലീസിന്റേത് അസാധാരണ നീക്കമാണെന്നും എന്നാൽ ആശങ്കയില്ലെന്നും സിദ്ദിഖ് കാപ്പൻ 24-നോട് പ്രതികരിച്ചു. രാത്രി 12 മണിക്ക് ശേഷം വീട്ടിലേക്ക് പോലീസ് എത്തുമെന്ന് അറിയിച്ചതായി സിദ്ദിഖ് കാപ്പന്റെ ഭാര്യ ഫേസ്ബുക്കിൽ കുറിച്ചു. വൈകിട്ട് 6 മണിക്ക് വീട്ടിലേക്കെത്തിയ 2 പോലീസുകാർ അറിയിപ്പ് നൽകുകയായിരുന്നു. രാത്രി 12 മണി കഴിഞ്ഞ് പോലീസ് എത്തുമെന്നറിയിച്ചു. അസാധാരണ നീക്കമാണ് കേരള പോലീസ് നടത്തുന്നതെന്ന് സിദ്ദിഖ് കാപ്പൻ 24-നോട്. അപ്പോൾ 12 മണിക്ക് ശേഷം മലപ്പുറത്ത് നിന്നൊരു ടീം വരുന്നുണ്ട്, ചെക്കിങ്ങിന് വരികയാണ്. അപ്പോൾ ഞാൻ എന്താണ് 12 മണിക്ക് ശേഷം വരേണ്ട ആവശ്യം, ഞാൻ ഇപ്പോൾ ഇവിടെ ഉണ്ടല്ലോ, ഈ സമയത്ത് ചെക്ക് ചെയ്യാമല്ലോ, അല്ലെങ്കിൽ ടീമിന് വരികയാണെങ്കിൽ ഈ സമയത്ത് വരാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അതല്ല, അത് രാത്രിയാണ് വരിക, 12:30 ശേഷം. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല EDO അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റെയ്ഡ് വാറണ്ടുകളോ എന്തെങ്കിലും ഉണ്ടോ നിങ്ങളുടെ കയ്യിലെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഇല്ല, അതൊന്നുമില്ല. വഴിനീളെ വീട് ചോദിച്ച ശേഷമാണ് പോലീസ് എത്തിയത്. ആളുകളെ പരിഭ്രാന്തരാക്കുകയാണ് ലക്ഷ്യം. തനിക്ക് ആശങ്കയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷേ അവർ ചെയ്തൊരു ഇതെന്ന് പറഞ്ഞാൽ വേങ്ങര പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു 2.5 കിലോമീറ്ററാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം. പക്ഷേ ഇവർ അവിടെ നിന്ന് വേങ്ങര പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ എത്തുന്നത് വരെ എല്ലാ കാണുന്ന ആളുകളോടും വീട്ടിലേക്കുള്ള വഴി ചോദിക്കുകയാണ്. അവർക്ക് എൻ്റെ വീട്ടിലേക്കുള്ള വഴി അറിയില്ല എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഫോൾട്ടാണല്ലോ. ഹത്രാസ് കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയും ലക്നൗ കോടതിയും കേസുകളിൽ സിദ്ദിഖ് കാപ്പന് ജാമ്യം അനുവദിച്ചതാണ്. അർദ്ധരാത്രി നടത്തുന്ന പരിശോധനയുടെ കാരണം പോലീസ് വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ പതിവ് പരിശോധനകളാണെന്നും കേസുകൾ നിലനിൽക്കുന്ന വ്യക്തികളുടെ വീട്ടിൽ ഇത്തരം റെയ്ഡുകൾ ഉണ്ടാകുമെന്നുമാണ് പോലീസ് വിശദീകരണം. 24 മലപ്പുറം.